പുതിയൊരു അധ്യയന വർഷം എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീണ്ടും സ്കൂളുകളിലേക്ക് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രവേശനോത്സവം? അടിപൊളിയായിട്ട് സ്കൂളുകളിലൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാ വീണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് മക്കൾക്ക് കുറേയൊക്കെ ടെൻഷനുകൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ടല്ലേ? എല്ലാവരെയും പോലെ എനിക്കും നല്ലപോലെ പഠിക്കാൻ വേണ്ടി പറ്റുമോ? മാർക്ക് കുറഞ്ഞു പോയാൽ എന്നെ എല്ലാവരും വഴക്ക് പറയുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാവും അല്ലേ? ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അല്ലേ, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഒക്കെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അവൾക്ക് നല്ല മാർക്കുണ്ടല്ലോ, അവന് നല്ല മാർക്കുണ്ടല്ലോ, എനിക്ക് എന്താ പഠിക്കാൻ പറ്റാത്തത്, എനിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ? ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാവും അല്ലേ? ഇത് ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ ശീലിച്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളും ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും അല്ലേ, നിന്റെ കൂട്ടുകാരിക്ക് ഇത്ര മാർക്കുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരന് ഇത്ര മാർക്കുണ്ടല്ലോ, നിനക്ക് എന്താ ഇല്ലാത്തതെന്ന്. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ അയാളെക്കാൾ കുറച്ച് താഴെയാണോ എന്നുള്ളത്. ഇങ്ങനെ കുറേ സെൽഫ് ഡൗട്ടുകൾ നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളിൽ ഇപ്പം തന്നെ കയറി കൂടിയിട്ടുണ്ടാവും അല്ലേ? പുതിയ അധ്യയന വർഷത്തിൽ മിസ്സിന് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ചിന്താഗതി ആദ്യം ഒന്ന് എടുത്തു മാറ്റാം. നിങ്ങൾക്കറിയാലോ ഈ ലോകത്ത് എത്ര കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരേപോലുള്ള മുഖമുള്ളതായിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോട്ടെ, കാണാനൊക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഈ തമ്പ് ഇംപ്രഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ തമ്പ് ഇംപ്രഷൻ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരാൾക്കും ഒരുപോലെയല്ല ഉള്ളത്. അപ്പൊ അതിനർത്ഥം അല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും മറ്റൊരാളെ പോലെ ആവാനാവുമോ? ഇല്ല, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരും യുണീക്ക് ആയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു അധ്യയന വർഷക്കാലം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. പക്ഷെ അത് അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരനോടല്ല, നിങ്ങളോട് തന്നെ. ഈ ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ ഒട്ടനവധി എക്സാമുകൾ നിങ്ങൾക്കുണ്ടാവും. മുൻപ് നടന്ന എക്സാമിനേക്കാൾ ഒരു മാർക്ക് ഞാൻ അടുത്ത എക്സാമിൽ അധികം വാങ്ങിയിട്ടുണ്ടോ? അതിനായിട്ട് ഞാൻ കുറച്ചെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? ഇതായിരിക്കണം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്ത് നല്ല രീതിയിലേക്ക് മാറാൻ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സൈലത്തിലുള്ള ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരാനും, സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യാതെ കേട്ടിരിക്കാനും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരാനും സൈലത്തിൽ ഒട്ടനവധി ടീച്ചേഴ്സും കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ക്ലാസ്സുകളിലാണോ ഉള്ളത് ആ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മുടെ സൈലത്തിലുണ്ട്. 4ാം ക്ലാസ് മുതൽ നമ്മൾക്ക് +2 വരെ എന്തുണ്ട്, വിവിധ തരം ബാച്ചുകളുണ്ട്. ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഈ എക്സാമുകൾക്കുള്ള പ്രത്യേക കോച്ചിങ്ങുകൾ സൈലത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അവരവർ പഠിക്കുന്ന ക്ലാസ്സുകളിൽ മികച്ചതായിട്ട് മാറാൻ സൈലവും കൂടെയുണ്ട്. അപ്പോൾ ബാച്ചുകളിലേക്ക് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. മത്സരിക്കുന്നത് തന്നോട് തന്നെയാണെന്ന് ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക.